ഇന്ന് ഞങ്ങൾ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്, ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ബിരിയാണി ഉണ്ടാക്കാൻ നോർത്തു. ഇവിടെ ബിരിയാണി രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടം കേട്ടോ. ഞങ്ങളെ ദേശീയ ഫുഡാണ് ബിരിയാണി. മിക്ക ഞായറാഴ്ച ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു, ഇപ്പം ഉണ്ടാക്കാറില്ലേ. അപ്പോൾ അരി ഇരിക്കണാണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും അമ്മ അന്ന് ഉണ്ടാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി, സാഞ്ചാറിന് ചോറും കറിയായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണേ, അധികം കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. പിന്നെ ചിക്കൻ വറുത്തിട്ട് ഉണ്ടാക്കണം. എനിക്ക് ചിക്കൻ വറുത്ത ബിരിയാണി ഇഷ്ടം, അല്ലാതെ ഉണ്ടാക്കണം ബിരിയാണിയോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഈ ചിക്കൻ വറുക്കാൻ നേരത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ആ മസാല അങ്ങ് പിടിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ നല്ലോണം ആവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതെല്ലാം കൂടി പുരട്ടി ഫ്രിഡ്ജിൽ വെക്കും. ഇവിടെ ഒരു ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി, ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റുള്ള ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിക്കും, പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയോടെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം ഞാൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ചെയ്യണ നേരം കൊണ്ട് അരി തിളച്ചിട്ട്, അപ്പോൾ ഞാനിവിടെ മാഗി ക്യൂബ് ഇരിക്കണ്ടേ അതിട്ട്, ഞാനത് സാധാ ഇടാറില്ല. ഇതിപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഇരുന്നേച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് ഇട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാനത് ഇടാറില്ല. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ടോ. ഞാൻ സാധാ നെയ്യ് അങ്ങനെയല്ല ഇടാറ്, മറ്റേ നമ്മൾ മസാലയൊക്കെ ഇല്ലേ, കുരുമുളകും ആ സാധനമൊക്കെ ആ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ആദ്യമായിട്ട് ഇടാറ്. പക്ഷേ ഇപ്പം അതിനുള്ള നേരം ഇല്ലാഞ്ഞുകൊണ്ട് നെയ്യ് അങ്ങോട്ട് നേരിട്ട് എടുത്തിട്ട് പിന്നെ കുരുമുളകും ഗ്രാമ്പും പട്ടയൊക്കെ കൂടി വെറുതെ അങ്ങിട്ട്, അപ്പം വെള്ളം നല്ലോണം തിളച്ചപ്പോൾ ഞാൻ പിന്നെ അരിയും എടുത്തിട്ടോ. അരി ഞാൻ ആദ്യം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായി. മറ്റേ ബസ്മതി റൈസ് ആയതുകൊണ്ട് ഒന്ന് കുതിർത്തിട്ടിട്ട് കഴിഞ്ഞാൽ വേഗം വേവും, അല്ലെങ്കിൽ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ ഞാൻ അരി അതുപോലെ കുതിർത്തിട്ടാണ് ഇടാറ്. കുതിർത്തിട്ടൊന്ന് ചട്ടിയിൽ നെയ്യ് കൊഴിച്ചിട്ടൊന്ന് വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലതായിക്കോളൂ കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ നേരം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ നല്ലൊരു തട്ടിക്കൊട്ട് ബിരിയാണിയാന്ന്. അപ്പോൾ ഞാൻ മസാലയൊക്കെ വേഗം പുരട്ടും കേട്ടോ. മസാല പുരട്ടണതിൽ അധികം സാധനങ്ങളൊന്നും ഇടാനില്ല. വെളുത്തുള്ളി ഇടും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മസാല, നാരങ്ങ നീരും തൈരും ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ സോയാ സോസും കൂടി ഈ കൂടെ ഒഴിച്ച് പുരട്ടി വെക്കണം. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇടുവേ. ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ മസാല ഫ്ലേവറൊക്കെ ആ ചിക്കനിലോട്ട് നല്ലോണം പിടിക്കുമല്ലോ. എന്നിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടിപ്പനായിരിക്കും. ഞാൻ മിക്കവാറും എപ്പോഴും അങ്ങനെ ചെയ്യാറ്. മസാല എപ്പോഴും പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വറുക്കാറുള്ളത്. ഞാൻ എല്ലാം കൂടി വറുക്കാനിട്ടിട്ടോ. ഇനി കുറേ നല്ലോണം മൊരിയണം. ഇവിടെ എല്ലാവർക്കും നല്ലപോലെ മൊരിയണ ചിക്കൻ ഇഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നല്ലപോലെ മൊരിയണ വരെ മൊരിയിച്ചിട്ടാണ് കോരിയെടുത്തത്. അപ്പോൾ ഞാൻ ചിക്കൻ വറുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ ഉള്ളി സവാളയൊക്കെ കൂടി വാട്ടാനിട്ടത്. ആദ്യം വെച്ച